വണ്ടി എനിക്ക് തോന്നുന്നു എനിക്ക് എല്ലാവരും എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനം കേട്ടോ. ബെൻസ് മെയിൻ്റെനൻസ് ഇല്ല, അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. തനത് ബെൻസിന്റേതായ ഒരു ലുക്കും. കിലോമീറ്റർ ലോ കിലോമീറ്റർ 60,000 കിലോമീറ്റർ ഷോറൂം സർവീസ് 25+ മൈലേജ് കിട്ടുന്ന സാധനം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇത് നമുക്ക് 890 NOC കൊടുക്കാം. NOC 890. ഇത് 2021 മോഡല് 16 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 40. എന്തെങ്കിലും അപാകത ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. വണ്ടി നല്ല നീറ്റാട്ടോ. ഇത് നമുക്ക് 515 നമ്പർ ആയി കൊടുക്കാം. 515 നമ്പർ ആക്കി കേരള നമ്പർ ആക്കി ടാക്സ് അടിച്ച് കൊടുക്കാം. അടിപൊളി. സിംഗിൾ ഓണർ വണ്ടിയാണ്. നിലവിൽ റെഡിയാണ്. ഇത് നമുക്ക് 690 നമ്പർ ആയി കൊടുക്കാം. 6,90,000 രൂപ. പേപ്പർ ആക്കിയിട്ട് നമുക്ക് ഫൈനൽ 1590 കൊടുക്കാം. 1590. അപ്പൊ ഏകദേശം പേപ്പർ ആക്കിയിട്ടല്ലേ? ശരിക്കും നമ്മൾ ഈ റീവണ്ടികളൊക്കെ പർച്ചേസ് ചെയ്യുന്ന ഒരു സമയത്ത് നമ്മൾ ഈ കേരള വണ്ടിനെയൊക്കെ അപേക്ഷിച്ച് ലക്ഷങ്ങളുടെ മാറ്റത്തിൽ നമുക്ക് റീവണ്ടി എടുക്കാൻ പറ്റും. ശരിക്കും ഈ കേരള വണ്ടി റീവണ്ടി തമ്മിൽ എന്തായാലും വ്യത്യാസമൊന്നുമില്ല. കാരണം കേരളത്തിൽ ഇറങ്ങിയ വണ്ടി ഇന്നോവ ആണെങ്കിലും ഡൽഹിയിൽ ഇറങ്ങിയ ഇന്നോവ സംഭവം വണ്ടിയല്ല ഒന്നും തന്നെ മാറ്റമൊന്നുമില്ല. പക്ഷേ അതെങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ കേരളത്തിലുള്ള വണ്ടിയാണെങ്കിലും നല്ലോണം ഉപയോഗിച്ചില്ലെങ്കിൽ വണ്ടി വരിപ്പാവും. അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ വണ്ടിയാണെങ്കിലും അവിടുത്തെ വണ്ടിയാണെങ്കിലും വണ്ടിയുടെ ക്വാളിറ്റി നോക്കുക, കംപ്ലൈൻറ്റ് ഉണ്ടോ നോക്കുക, കിലോമീറ്റർ നോക്കുക. ഇതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൃത്തിയായി കൊണ്ടുനടക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കൊടുവള്ളി സ്ഥിതി ചെയ്യുന്ന ഡിവൈൻ ഡ്രൈവിലാണ്. ഡിവൈൻ ഡ്രൈവിലൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റിയുള്ള വണ്ടികൾ നിങ്ങൾക്ക് ഗ്യാരണ്ടി പറഞ്ഞ് തരാൻ പറ്റും. നല്ല വണ്ടികൾ ഇവിടെ ഉണ്ടാവാറുള്ളൂ. പിന്നെ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ തന്നെ മാക്സിമം വിലക്കുറവിൽ നിങ്ങൾക്ക് തരാനും ഇവിടെ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് വണ്ടികൾ കുറവാണ്. ഏകദേശം ഒരു 10 വണ്ടിയിലേക്ക് അടുത്ത് ഇപ്പോൾ നിലവിൽ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ. വേറെ കുറച്ച് അടുത്ത് കയറാനുണ്ട്. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ വേറെ ഏതെങ്കിലും വണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ, പിന്നെ ഈ പുറത്തുനിന്നുള്ള ചെറുവണ്ടികളൊക്കെ വേണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ. സാധാരണ എല്ലാവരും ഈ വലിയ വണ്ടികളാണല്ലോ ചെയ്യുന്നത് കാണുന്നത് അല്ലേ? അപ്പോൾ ചെറുവണ്ടികളൊക്കെ വേണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നമ്പർ കാര്യങ്ങളൊക്കെ ഡീറ്റെയിലൊക്കെ വെച്ചിട്ടുണ്ട്. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല, ഡീറ്റെയിൽസ് കാണിച്ചു തരാം. മാക്സിമം വില കുറച്ചിട്ട് കില്ല വണ്ടികൾ വേഗം വീഡിയോയിലേക്ക് പോകും. കുറഞ്ഞ വിലയിൽ എന്തായാലും നല്ല വണ്ടികൾ നോക്കുന്ന ഈ ഒരു എപ്പിസോഡ് കളയണ്ട. അപ്പോൾ എന്തായാലും നമ്മുടെ ഡിവൈൻ ഡ്രൈവ് എന്നുള്ള ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ ഷബീ പ്രോ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ ഒരു റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം. തുടങ്ങിയാലോ നമുക്ക്? അത് ഉറപ്പ്. അതായത് ഇപ്പൊ ഞാനിപ്പോ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ക്വാളിറ്റി. അപ്പൊ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല വണ്ടികൾ, ക്വാളിറ്റി ഉള്ള വണ്ടി, സിംഗിൾ ഓണർ സെക്കൻഡ് ഓണർ വണ്ടികൾ, അതൊന്നും ഇഷ്ടമുള്ള വണ്ടി. വണ്ടിയുടെ കാര്യത്തിൽ ഗ്യാരണ്ടി അല്ലേ? അതെ, ഗ്യാരണ്ടി. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഉറപ്പാണ് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടേ കൊടുക്കും. അല്ല, അത് പിന്നെ പറയാണ്ട് പറ്റില്ലല്ലോ, പണ്ടത്തെ കാലമൊന്നുമല്ലോ അല്ലേ? പിന്നെ ഇവിടെ ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഒരു 8-10 വണ്ടിയുള്ളൂ അല്ലേ? കുറച്ച് കുറവല്ലേ സ്റ്റോക്ക്? അല്ല, കുറച്ച് പെയിന്റിങ്ങിലും അവിടെ വർക്കിലാണ്. ഓക്കെ. അപ്പൊ ഏത് വണ്ടി വേണേലും കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ? ഓക്കെ. അപ്പൊ പിന്നെ തുടങ്ങല്ലേ? ഇന്നോവ തുടങ്ങല്ലേ? ഇന്നോവ 2012 G4. 12 G4 അല്ലേ? അത് സിംഗിൾ ഓണർ വണ്ടി. അല്ല, നീറ്റ് വണ്ടി കേട്ടോ. നീറ്റ് വണ്ടി. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. വേറെ അപാകതകളൊന്നുമില്ല. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. സ്വാഭാവികമാണല്ലോ, റീപ്ലേസ് ഇല്ലാത്ത മെയിൻ ഗ്ലാസിൽ മാറാത്ത വണ്ടികൾ കുറവാണ്. 12 മോഡലാണെന്ന് പറഞ്ഞു. രാജസ്ഥാനല്ലേ? ഇപ്പൊ പ്രൈവറ്റ് വണ്ടി. പേപ്പർ ആക്കിയിട്ടല്ലേ കൊടുക്കുള്ളൂ? പേപ്പർ ആക്കിയിട്ട് നമുക്ക് 6 ലക്ഷത്തിന് കൊടുക്കാം. 6 ലക്ഷത്തിലേക്ക് പേപ്പർ ആക്കി കേരള നമ്പർ 12 വണ്ടി അല്ലേ? 12 G4. മോശമൊന്നുമില്ല വണ്ടി. അത്യാവശ്യം നല്ല. കിലോമീറ്ററോ? ഇത് 1.20 ഉള്ളത്. 1.20? അത് ജെനുവിൻ അല്ല? അല്ല. ഇത് ഇന്റർകൂളർ അല്ലേ വരുന്നത്? അല്ല, സാധാ കേരള വണ്ടി. ഓക്കെ. അപ്പം എന്തായാലും വണ്ടി നല്ല ക്ലീൻ ആണ്. നിങ്ങൾ നോക്കിയിട്ട് എടുത്തോളാം. 6 രൂപയ്ക്ക് 12 മോഡൽ പേപ്പർ ആക്കിയിട്ട്. അതുപോലെ തന്നെ ഇനി ഇതാണെങ്കിലോ ജാർഖണ്ഡ്, ഗുജറാത്ത്. ഗുജറാത്ത് അല്ലേ? ഗുജറാത്ത് 2012 V. 12 V തന്നെയാ? 12 V. അതായത് ഒരേ മോഡൽ വണ്ടി രണ്ടെണ്ണം അല്ലേ? അതെ. സെയിം കളർ സെയിം മോഡൽ. 12 V സെക്കൻഡ് ഓണർ ആണ്. ഈ 12 V എന്ന് പറയുമ്പോൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ അല്ലേ? അതെ. ഇത് G4 ആണ്, ഇത് V ആണ് കേട്ടോ. കിലോമീറ്ററോ? ഇത് 1.70 സംതിങ് ഓടി. മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ടാവും അല്ലേ? മേജർ ആക്സിഡന്റ് ഒന്നുമില്ലല്ലോ? ഇല്ല. എന്താ വില വരുന്നത്? ഇത് നമുക്ക് 690 നമ്പർ ആയി കൊടുക്കാം. 6,90,000 രൂപ നമ്പർ ആക്കി കൊടുക്കാം. നമ്പർ ആക്കിയിട്ട് കൊടുക്കും. എന്താ വ്യത്യാസം വരുന്നത്? അങ്ങനെ എങ്ങനെ? വിയും ചെയ്യുക. വിയും ചെയ്യും. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഫുൾ ഓപ്ഷനും നോർമൽ വണ്ടീന്റെ വ്യത്യാസമാണത്. പിന്നെ അപാകതയില്ലാന്ന് ഉറപ്പല്ലേ? അതെ. വേറെ മേജർ കേസുകളൊന്നുമില്ല. ഒരു ഗ്യാരണ്ടി തന്നെ പറയാം അല്ലേ? അതുപോലെ തന്നെ ഇതാണെങ്കിലോ ക്രിസ്റ്റ? അത് ഓൾറെഡി ടോക്കൺ ആയ വണ്ടി. എന്നാ പിന്നെ വെള്ള പറ. ഇത് 2016 സെക്കൻഡ് ഓണർ പ്രൈവറ്റ് വണ്ടി. 16 സെക്കൻഡ് ഓണർ പ്രൈവറ്റ് അല്ലേ? 2.8 Z കേട്ടോ. അത് ലോ കിലോമീറ്റർ 1,10,000 കിലോമീറ്റർ മാത്രമേ. അതെ അല്ലേ? 16 Z എന്ന് പറയുമ്പോൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതെ. അപാകത എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ബോഡി വൈസ് ഒക്കെ നീറ്റ്. മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ടോ? മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട്. ഷോറൂം തന്നെ മാറിയത്. ഇതൊക്കെ ഗ്രില്ലൊക്കെ മാറിയതാണ് കേട്ടോ. അത് നമ്മൾ ടൈപ്പ് 2 ഇപ്പൊ കൺവേർട്ട് ചെയ്താണ്. അലോവിയില് കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഇന്റീരിയറും കൂടി ഒന്ന് കാണിച്ചു തരാം. മോശമൊന്നുമില്ല. അന്നത്തെ ആ ഒരു ഫുൾ ഓപ്ഷൻ വണ്ടിക്ക് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അങ്ങനെ തന്നെ വൃത്തിക്ക് നിൽക്കുന്നുണ്ട്. 16 കിലോമീറ്ററിൽ സർവീസ് ഉള്ള വണ്ടിയാണ്. കിലോമീറ്റർ എത്ര? 1.10 1.12 അങ്ങനത്തെ ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ അല്ലേ? 16 Z. അതെ, 16 2.8 Z ഓട്ടോമാറ്റിക്. നിലവിൽ ഡൽഹി ആണ്. അതെ. നമ്മൾ പേപ്പർ ആക്കിയിട്ട് എത്രയ്ക്ക് കൊടുക്കും? പേപ്പർ ആക്കിയിട്ട് നമുക്ക് ഫൈനൽ 1590 കൊടുക്കും. 1590. അപ്പൊ ഏകദേശം പേപ്പർ ആക്കിയിട്ട് അല്ലേ? അപ്പൊ പിന്നെ വേറെ കുഴപ്പമൊന്നും. NOC കൊടുക്കുമോ? NOC അങ്ങനെ കൊടുക്കാം. NOC ഒക്കെ ഇപ്പൊ കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല, ഡൽഹി അല്ലേ, പെട്ടെന്ന് സാധനമൊക്കെ പക്കയാണ്. പെട്ടെന്ന് കിട്ടും. ഓക്കെ. അപ്പൊ എന്തായാലും ഇത് നിങ്ങൾ നോക്കുക. 16 Z ആണ്, ഓട്ടോമാറ്റിക് ആണ്, ക്ലീൻ വണ്ടിയാണ്. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 18 Z ഓട്ടോമാറ്റിക്. 15? 18. അതായത് നോക്കിയാ 2.8 Z.
അതായത് ഓട്ടോമാറ്റിക്കലി സെഡ് ആണ് അല്ലേ? ഇതിപ്പോ വന്ന് കേറിയിട്ടുള്ളൂ വണ്ടി. ചെറിയ ടച്ച് ആൻഡ് പോളിഷ് ഒന്ന് പോളിഷ് ചെയ്യാനുണ്ട് അല്ലേ? ടച്ചപ്പ് കുറവാണ്, ഒന്നുമില്ല. നേരത്തെ പോളിഷ് ചെയ്യാനും വേണേ കൺവേർട്ട് ചെയ്ത് കൊടുക്കാം. ശരി, നേരത്തെ കാണിച്ച ഇന്റീരിയർ തിറ്റ് ഒന്നും ഒരു മാറ്റവും ഇല്ല, സെയിം സാധനമാണ്. പിന്നെ ഇത് പഴയ ഷേപ്പ് അല്ലേ? കമ്പനി ഇറങ്ങി അതേ ഷേപ്പാ. ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം അത്യാവശ്യം നല്ല ടയർ തന്നെ, ഫുൾ കട്ടർ തന്നെ പറയാട്ടോ. അതെ ഒക്കെ 4 യോക്കോമന്റെ ടയറുകൾ. കിലോമീറ്റർ എത്ര പറഞ്ഞേ? ഇതും 1.20 ഓടിയിട്ടുള്ളൂ. ഓടിയുള്ളൂ. അതും എല്ലാ 10,000 സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കറക്റ്റ് സർവീസ് ഉണ്ട്. ഫസ്റ്റ് കീ ഉണ്ട്, സെക്കൻഡ് കീ ഉണ്ട്, എല്ലാം ഓക്കെ. നമുക്ക് എന്താ വില? ഇതും പ്രൈവറ്റ് വണ്ടി. ഇത് നമുക്ക് NOC-ൽ 15.75 കൊടുക്കാം. 15,75,000 രൂപയ്ക്ക് NOC-ൽ. അപ്പോ പേപ്പർ ആക്കാൻ എത്ര വേണ്ടി വരും? 2 രൂപയാണോ? 2-ന് മുകളിൽ വരും. 3-നുള്ളിലായിട്ട്. 3-നുള്ളിൽ വരും അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു 15.75 അല്ലേ പറഞ്ഞേ? 15.75. ഓക്കെ, അപ്പോൾ 17.75, ഏകദേശം 18 ലക്ഷം രൂപ അല്ലേ ആ റേഞ്ചിൽ കാണാം. പിന്നെ പറയുന്ന പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ അല്ലേ? ഇത് മാക്സിമം മുട്ടിച്ചാണ്. നല്ല വണ്ടി, പ്രൈവറ്റ് വണ്ടിയാണ്. അതെ, ഓട്ടോമാറ്റിക് ആണ്. വണ്ടിയുടെ കാര്യത്തിൽ ഗ്യാരണ്ടി ഒന്നും പറയാനില്ല. അടുത്തത് ഇതാണെങ്കിലോ? ഫോർച്യൂണർ. ഇത് ഫോർച്യൂണർ 2013 അല്ലേ? നല്ല വൃത്തിയുണ്ടല്ലോ വണ്ടി. ഓ, ഇത് 4 വീലാ? 4 വീൽ മാനുവൽ. 4 വീൽ മാനുവലാണ്. ബോഡി വൈസ് ഒന്നും വണ്ടി അടിപൊളി കേട്ടോ, വേറെ കുറ്റമൊന്നും പറയാനില്ല. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല നീറ്റാണ്, വേറെ കാര്യമായ കുറ്റങ്ങളൊന്നും പറയാനില്ല. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട്. അതായത് ഇത് മാനുവലില് 4 വീൽ അല്ലേ? അതും 2013 മോഡലിൽ ആലോചിക്കണം. അത്യാവശ്യം മോശം നല്ല വൃത്തിയുണ്ട്. പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ ആവറേജ് ആണ്. ഇത് മേജർ ആക്സിഡന്റ് തട്ടുമുട്ടൊന്നും ഇല്ലല്ലോ? മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്, അത്ര തന്നെ ഉള്ളൂ. പിന്നെ മാനുവൽ 4 വീൽ വേണ്ടവർക്ക് അല്ലേ? അതെ, 2 4 വീൽ തന്നെയാണ്. 2 4 വീൽ. അപ്പോൾ ഇതിപ്പോ 13 മാനുവൽ 4 വീൽ കിലോമീറ്ററോ? ഇത് കിലോമീറ്റർ നോക്കണം, 1-2 അടുത്ത് ഓടിയുണ്ട് അല്ലേ? നമുക്ക് വില ഇത് നമുക്ക് 8.90 NOC-ൽ കൊടുക്കാം. NOC-ൽ 8.90, ഏകദേശം ഒരു 11 രൂപ റേഞ്ച് വരും അല്ലേ? ഇല്ല, അതൊന്നും വരില്ല. ഒരു 1.20 ഒക്കെ നമ്പർ ആക്കാൻ വരും. 1.10. ഓക്കെ, അത് നിങ്ങൾ മാക്സിമം നോക്കിക്കോളാം, നോക്കിയിട്ട് എടുത്തോളാം. അപ്പോൾ എന്തായാലും 10 രൂപയ്ക്കുള്ളിൽ കിട്ടും അല്ലേ? അതെ. അതേപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2012 4 വീൽ മാനുവൽ. 12 4 വീൽ മാനുവൽ. ഇപ്പൊ ഈ 4 വീൽ മാനുവൽ ഒരുപാട് വരുന്നുണ്ടല്ലോ അല്ലേ? കാണാത്തൊരു വണ്ടിയായിരുന്നു, പലയിടത്തും കുറെ എണ്ണം കാണുന്നുണ്ട്. ഇത് വണ്ടി അത്യാവശ്യം നീറ്റാട്ടോ, നല്ല നീറ്റാണ്. ഇന്റീരിയർ ഒക്കെ നേരത്തെ കാണിച്ച പോലെ തന്നെ നല്ല വൃത്തിക്കാൻ വെക്കുന്നുണ്ട്. 4 വീൽ മാനുവലില് ഇത് കിലോമീറ്ററോ? ഇത് കിലോമീറ്റർ 1.80 സംതിങ് ഓടിയുണ്ട് അല്ലേ? ഓക്കെ, ജെനുവിൻ ആയിരിക്കും അല്ലേ? ഏകദേശം ജെനുവിൻ ആയിരിക്കും. ഓക്കെ, ഇത് പിന്നെ അങ്ങനെ ചവറ് പോലെ ഓടുന്ന ഒരു സാധനം അല്ലല്ലോ. അതെ. നമുക്ക് എന്താ വില? എന്നാലും പുറത്തെ വണ്ടി ആയതുകൊണ്ട് ഗ്യാരണ്ടി പറയാൻ പറ്റൂല. ചെക്ക് ചെയ്തോളൂ അല്ലേ? അതെ. എങ്ങനെ വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ സൗകര്യം കൊടുക്കൂലേ? എന്ത് ചെയ്യാം. നമുക്ക് എന്താ വില? ഇത് നമുക്ക് 7.90 NOC കൊടുക്കാം. 7.90 NOC കൊടുക്കാം. 12 മോഡലാണെന്ന് ആലോചിക്കണം. മധ്യപ്രദേശിൽ 80 രൂപ ഉണ്ടെങ്കിൽ നമ്പർ ആക്കാം. 80,000 ഉണ്ടെങ്കിൽ നമ്പർ ആക്കാം. 80 രൂപ മതി. അതെ, ഫോർച്യൂണർ 80 രൂപ മതി. മതി ഏകദേശം 80-90 മാക്സിമം. അതായത് രജിസ്ട്രേഷന്റെ പൈസ കറക്റ്റ് പറയാത്ത ഓരോന്നിനും മാറ്റം ഉണ്ട് അല്ലേ? വർഷവും ദിവസവും വെച്ച് മാറും, അതുകൊണ്ടാണ്. 7.90 ഇത് എടുക്കാം. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു വെന്യൂ നടപ്പുണ്ടല്ലോ. വെന്യൂ 2022 DCT അല്ല IMT അല്ലേ? IMT എന്ന് പറയുമ്പോൾ ഇന്റലിജന്റ് മാനുവൽ ആണ്. അതായത് ക്ലച്ച് ഉണ്ടാവില്ല, പക്ഷെ ഗിയർ ഇട്ട് ഓടിക്കണം. ഇത് 2021 മോഡല് 7 മാസം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 40. എന്തെങ്കിലും അപാകത ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. വണ്ടി നല്ല നീറ്റാട്ടോ. പിന്നെ IMT ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ അത്യാവശ്യം എന്താ പറയാ, ഓട്ടോമാറ്റിക് നോക്കുന്നവർക്കും പ്രിഫർ ചെയ്യാം. അതെ. റീപ്ലേസ് ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. മേജർ ഒന്നുമില്ല. ഷോറൂം സർവീസ് ഉള്ള വണ്ടി. അടിപൊളി. നമുക്ക് എന്താ വില? ഇത് നമുക്ക് 7.40. അത് 2021 വണ്ടിക്കാണ്. വണ്ടിക്ക് അത്യാവശ്യം നല്ല വില വരുന്ന വണ്ടി. 13-ന്റെ മുകളിൽ 15 മുകളിൽ വരില്ലേ? ഫുൾ ഓപ്ഷൻ അല്ലേ? സൺറൂഫ് അടക്കം വരുന്ന ഏറ്റവും ടോപ്പിന്റെ വണ്ടിയാണ്. വരുന്ന വണ്ടി. അപ്പൊ എന്തായാലും അത് നിങ്ങൾ നോക്കിയിട്ട് എടുത്തോളാം. 7.40. അതും നെഗോഷ്യബിൾ അല്ലേ? ഇതാണെങ്കിലോ? ഇത് 2016 VXD, അന്നത്തെ ഏറ്റവും ടോപ്പ് വണ്ടി. 16-ലെ ഏറ്റവും ടോപ്പ്. 4 ടയർ നോക്കിയോ നിങ്ങൾ? യോക്കോമോന്റെ ഫുൾ ബട്ടൺ ടയറാട്ടോ. കിലോമീറ്ററോ? കിലോമീറ്റർ 1.30 ഓടിയുണ്ട്. 1.30 ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല നീറ്റാട്ടോ, നല്ല നീറ്റ് വണ്ടി. 16 മോഡൽ VXD എന്ന് പറയുമ്പോൾ പിന്നെ എന്താ പറയാ, ഒരുപാട് ആൾക്കാർ എല്ലാ ഓപ്ഷൻസ് വരുന്ന വണ്ടിയാ. അതെ. നല്ല ഇന്റീരിയർ, അതുപോലെ തന്നെ സീറ്റ് കവറൊക്കെ മാറ്റിയിട്ടുണ്ട്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് നിലവില് കാര്യമായിട്ടൊന്നുമില്ല. ഗ്ലാസ് ഒന്നും. 16-ലെ ഈ പ്ലാറ്റിനം അല്ലല്ലോ? അല്ലല്ല, നമ്മൾ ചെയ്തത്. അപ്പൊ ബമ്പർ മാറിയിട്ടുണ്ടല്ലേ? ഓക്കെ, എന്താ വില? ഇത് നമുക്ക് 5.15 നമ്പർ ആയി കൊടുക്കാം. 5.15 നമ്പർ ആക്കി, കേരള നമ്പർ ആക്കി ടാക്സ് അടിച്ച് കൊടുക്കാം. അടിപൊളി. സിംഗിൾ ഓണർ വണ്ടിയാണ്. നിലവിലെ NOC റെഡിയാണ്. അതെ അല്ലേ? 4 വരെ ലോണും ചെയ്യാം. ഓക്കെ. 5.15 പേപ്പർ ആക്കിയിട്ടുള്ള റേറ്റ് ആണ് പറയുന്നത്. കേരളത്തിൽ എവിടേക്ക് വേണേലും പേപ്പർ ആക്കിയിട്ട് നിങ്ങൾക്ക് തരും. 5.15 അല്ലേ? അത് മോശമൊന്നുമില്ല, നിങ്ങൾ നോക്കിക്കോളൂ. നമുക്ക് ആ പുറകെ കുറച്ച് വണ്ടി ഉണ്ട് അല്ലേ? അടുത്തായിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ഒരു ഡസ്റ്റർ. ശരിക്കും ഈ ഡസ്റ്ററാണ് ഈ ഒരു കളർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ? ഈ ഒരു മാർക്കറ്റിലേക്ക് ഫസ്റ്റ് ഈ വണ്ടിയിലാണ് വന്നത്. ഇതേതാ മോഡല്? 2013 110. 13 ആട്ടോ, നമ്പറായ വണ്ടി. അതെ. KL57 പേപ്പർ ആയതാ അല്ലേ? പേപ്പറായ വണ്ടിയാണ്. അടിപൊളി കേട്ടോ. അത് 110 എന്ന് പറയുമ്പോൾ അത്യാവശ്യം എന്താ പറയാ, കംപ്ലൈന്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അത്യാവശ്യം ചെറുങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടല്ലേ? അല്ല, ഇപ്പൊ നിലവിൽ വണ്ടിക്ക് നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് ഈ 110 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും വൃത്തിയായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ പണിയോ വരും അല്ലേ?
പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് RX ഫുൾ ഓപ്ഷൻ അല്ലേ? അതെ അലവില് കാര്യങ്ങളൊക്കെ ഉണ്ട്, ടയർ ഭാഗങ്ങളുണ്ട്. ഇന്റീരിയർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇന്റീരിയർ അത്യാവശ്യം മോശമൊന്നുമില്ല, നല്ല നീറ്റാട്ടോ. ഫീച്ചർ കാര്യങ്ങളൊക്കെ ഉണ്ട്. 13 വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഇന്റീരിയർ. 13 വെച്ച് നോക്കുമ്പോൾ നല്ല നീറ്റാ. അതെ. പിന്നെ കിലോമീറ്ററോ? 1 സംതിങ് ഓടിയുണ്ട്. ഇതിപ്പോ വണ്ടി ജസ്റ്റ് വന്നിട്ടുള്ളൂ, പോളിഷിംഗ് ടച്ചപ്പും എല്ലാം ഉണ്ട്. ഒന്നും ചെയ്തിട്ടില്ല അല്ലേ? അല്ല, ഒന്നും ചെയ്തില്ല. ഓക്കെ, ഇത് നമുക്ക് റേറ്റ് ആയതാ? റേറ്റ് ആയില്ല. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ആവശ്യക്കാരെ വിളിച്ചോ. മാക്സിമം കുറച്ച് തന്നെ കൊടുക്കൂല, അറ്റം വില കുറച്ച് തന്നെ തരും കേട്ടോ. 13 മോഡൽ 110 ആണ്. നിങ്ങൾ ചെക്ക് ചെയ്തെടുത്തോളാം, നല്ലോണം ചെക്ക് ചെയ്തെടുത്താൽ മതി. അടുത്തത് ഈ ക്ലാസ് അല്ലേ? ഈ ക്ലാസ് 2015 സിംഗിൾ ഓണർ വണ്ടി. 15 സിംഗിൾ ഓണർ E250 അല്ലേ? അതെ അതെ, നല്ല നീറ്റ് വണ്ടി. അതും സെക്കൻഡ് ഫേസ് വന്ന വണ്ടി. അതെ അതെ അതെ, നല്ല നീറ്റാണ് ഈ ഒരു വണ്ടി. എനിക്ക് തോന്നുന്നു, എനിക്ക് ഒരുവിധം എല്ലാവരും എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനം കേട്ടോ. അതെ. ബെൻസ് മെയിൻ്റെനൻസും ഇല്ല, അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. തനത് ബെൻസിൻ്റെതായ ഒരു ലുക്കും വലിപ്പവും എല്ലാം ഉള്ളൊരു വണ്ടി. ഇന്റീരിയർ ഒന്ന് കാണിച്ചു തരാം. ഇന്റീരിയർ ഒക്കെ അടിപൊളിയാണല്ലോ, ഒരു പോറൽ പോലും ഇല്ല അല്ലേ? അതെ. കിലോമീറ്ററോ? കിലോമീറ്റർ 98. അതെ. ഇപ്പൊ നിലവിൽ സർവീസ് ഉള്ള വണ്ടി. നിലവിൽ എന്തെങ്കിലും അപാകത ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. UK ആണ്, ഉത്തരാഖണ്ഡ് ആണ് അല്ലേ? അതെ അതെ അതെ. അതുപോലെ തന്നെ മെയിൻ ക്ലാസ് മാറിയതാ? ഇല്ലല്ലോ. മെയിൻ ക്ലാസ് ഒന്ന് ചെക്ക് ചെയ്യണം, ഇല്ലാന്ന് തോന്നുന്നു. കാരണം ആ സ്റ്റിക്കറൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് ഡെലിവറിയിലെ. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് പിന്നെ വിലയോ? ഇത് നമുക്ക് 11.25 വിത്ത് NOC. ഏകദേശം ഒരു 4 ലക്ഷം റുപ്യനുള്ളിൽ പേപ്പർ വേണം അല്ലേ? അതെ അതെ. 15 ലക്ഷം റുപ്യനുള്ളിൽ നിങ്ങൾ പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 15 മോഡല് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി, സിംഗിൾ ഓണർ വണ്ടി ഉണ്ട് അല്ലേ? സിംഗിൾ ഓണർ. അപ്പൊ ഇത് നിങ്ങൾ മിസ് ചെയ്യണ്ട കേട്ടോ, നല്ല വൃത്തിയുണ്ട്, നോക്കിയിട്ട് എടുത്തോളൂ. അതുപോലെ തന്നെ ഒരു വെന്യൂ പറഞ്ഞുകൂടി ഉണ്ടല്ലോ. വെന്യൂ പെട്രോൾ ഓട്ടോമാറ്റിക് 2019 മോഡൽ. 19 പെട്രോൾ ഓട്ടോമാറ്റിക് DCT അല്ലേ? ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ, അതായത് സൺറൂഫ് വരുന്ന SX ഓപ്ഷനിൽ DCT വരിക. അതെ അതെ. പക്ഷേ നല്ല രസമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ് കേട്ടോ. സാധാരണ നമ്മുടെ മറ്റു വണ്ടി AMT-നെക്കാളും നല്ല പെർഫോമൻസ് ആണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 54,000 ഓടിയുണ്ട്. 54 അല്ലേ? അതെ അതെ. അത് മാത്രമല്ല ഇത് 1.2 ലിറ്ററിൽ വരുന്നല്ലേ? അതെ അതെ. അതായത് ഓട്ടോമാറ്റിക് ആണ് വരിക. അപ്പോൾ അത് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഒരു റീപ്ലേസും ഇല്ലല്ലോ? ഇല്ല, ഷോറൂം സർവീസ് ഉള്ള വണ്ടി. അടിപൊളി. അതായത് 2019 9 മാസം ഇറങ്ങിയത് അല്ലേ? എന്തൊക്കെ വില? സെക്കൻഡ് ഓണർ ആണ്. ഇത് നമുക്ക് 8.25 ഫൈനൽ കൊടുക്കാം. 8,25,000 രൂപ. അത് നെഗോഷ്യബിൾ അല്ലേ പ്രൈസ്? കുറച്ച് കൊടുക്കാം, ചെറുതായിട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ വരിക. ഇതൊക്കെ നല്ല നീറ്റ് വണ്ടിയാണ്. അതൊക്കെ ഒരുപാട് ആൾക്കാർ അന്വേഷണം നടക്കുന്നതാണ്. ആർക്കെങ്കിലും വേണേ നോക്കിയാൽ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്, അത്യാവശ്യം എൻക്വയറി ഉള്ള വണ്ടിയാണ്. പിന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻക്വയറി ഉള്ളതാണ്. ഇതെന്തായാലും അടുത്തായിട്ടൊരു നമ്മുടെ അമേസ് അല്ലേ? അമേസ് ഡീസൽ ഓട്ടോമാറ്റിക് 2018 മോഡൽ. ആണ് ഇത്? ആയിട്ടില്ല. ഓക്കെ, 18 18 ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വണ്ടി. അതെ, റീപ്ലേസ് ഒന്നുമില്ല. VX അല്ലേ? അതെ. അത് ലോക്കാണ്, അതൊന്ന് ഫോട്ടോ വേണമെന്ന് അയച്ചു കൊടുത്താൽ ഇന്റീരിയർ. പിന്നെ ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. കിലോമീറ്ററോ? കിലോമീറ്റർ ലോ കിലോമീറ്റർ 60,000 കിലോമീറ്റർ ഷോറൂം സർവീസ് ഉള്ള 25+ മൈലേജ് കിട്ടുന്ന സാധനം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പൊ എന്തായാലും ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് 660,000 NOC കൊടുക്കാം. 6,60,000 രൂപയ്ക്ക് NOC. ഒരു 1 ലക്ഷം ഒന്നും വേണ്ടല്ലോ പേപ്പറാക്കാൻ? 80-90 അറേഞ്ച് അല്ലേ? ആർക്കും വേണം നോക്കിക്കോളൂ. ഡീസൽ ഓട്ടോമാറ്റിക്കലി CVT വരുന്ന അടിപൊളി വണ്ടി അല്ലേ? നല്ല മൈലേജ്. ഈ CVT ഡീസൽ വരുന്ന വണ്ടികൾ വളരെ കുറവാണ്. അതിൽ വെച്ച് നോക്കുമ്പോൾ ഒരു കൊള്ളാവുന്നൊരു വണ്ടി കേട്ടോ. പിന്നെ എന്തെങ്കിലും കുറയാണ്ട് കുറച്ച് കൊടുക്കൂലേ? മാക്സിമം ചെയ്തിട്ടാണ് പറയുന്നത്, നോക്കാം, എങ്കിലും ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആൾക്കാർ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുത്താൽ മതി. അപ്പോൾ അതായത് നമ്മുടെ കൊടുവള്ളി സ്ഥിതി ചെയ്യുന്ന ഡിവൈൻ ഡ്രൈവില് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളാണ് അല്ലേ? കുറച്ച് സ്റ്റോക്ക് ഒരുപാട് വണ്ടി വരാനുണ്ട്. ഇന്നോവ ആയിട്ടും ക്രിസ്റ്റ ആയിട്ടും ഒരുപാട് വണ്ടി ഇനി വരാൻ. അതുപോലെ തന്നെ വർഷാവസാനമൊക്കെ വരികയാണ് അല്ലേ? മാക്സിമം റേറ്റ് ഒക്കെ കുറച്ച് നിങ്ങൾക്ക് മാക്സിമം നല്ല പ്രൈസ്. ഇനിയിപ്പോ നല്ല വണ്ടികൾ ലീവ് ഒക്കെ തുറക്കാൻ പോവാണ് അല്ലേ? എല്ലാവർക്കും നടക്കാൻ പോകാനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അങ്ങേയറ്റം വില കുറച്ചിട്ടാണ് തരുന്നത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിലക്കുറവ് എന്നുള്ളതിനുപരി വണ്ടിയുടെ ക്വാളിറ്റി 100% ഗ്യാരണ്ടി വണ്ടികൾ. അതെ അല്ലേ? അതപ്പോൾ ധൈര്യമായിട്ട് നിങ്ങളോട് പറയാനും പറ്റും. നിങ്ങളൊന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പണി കിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പാണ്. നിങ്ങൾ ചെക്ക് ചെയ്തിട്ടൊക്കെ എടുത്തോളാം. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എവിടെ പോകണമെങ്കിൽ ചെക്ക് ചെയ്തെടുക്കുക. അപ്പോൾ വലിയൊരു എപ്പിസോഡ് വേണ്ടി അല്ലേ? അടുത്തൊരു കിടിലം വീഡിയോ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.